അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. നൂസിലു ബിൽ മുനാസിബി. അപ്പോൾ താഴെ 7ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിനോടും യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, ശുരിത ഫിൽ മുവക്കലി ഫീഹി. മുവക്കൽ ഫീഹിയിൽ ഷർത്താക്കപ്പെടും. എന്താണ് മുവക്കൽ ഫീഹി എന്ന് പറഞ്ഞാൽ? നമ്മൾ വക്കാലത്ത് കൊടുക്കുന്ന ഒരു കാര്യം, അല്ലേ? മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യത്തിൽ ഷർത്താക്കപ്പെടും എന്ത്? അപ്പോൾ ആദ്യം നമുക്കൊന്ന് ബ്രാക്കറ്റിലൊന്ന് വായിച്ചു നോക്കാം. ഇല്ലാലി ലിൽ ഹിഫ്ളി ഉജ്റതഹു ബി അസ്ലിഹി നഫ്സഹു കൗനുഹു ഖാബിലൻ ലിൻ നിയാബത്തി അൻ യുംകിനൽ ഇന്തിഫാഉ ബിഹി മഅ ബഖാഇ ഐനിഹി ഹറാമുൻ സായിദുൻ അലാ മാലിഹി. അപ്പോൾ ഒന്നാമത്തതിനോട് യോജിച്ചത് കൗനുഹു ഖാബിലൻ ലിൻ നിയാബത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഏൽപ്പിച്ചു കൊടുക്കുന്ന വിഷയം അതെങ്ങനെയുള്ള അതിൻ്റെ ഷർത്താണ് എന്ത്? കൗനുഹു ഖാബിലൻ ലിൻ നിയാബത്തി, പകരം ചെയ്താൽ സ്വീകരിക്കുന്നതായിരിക്കണം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു, നിസ്കാരം മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അതെന്താവില്ല, സ്വീകാര്യമാവുകയില്ല. പക്ഷെ അതിൽ നിന്നും ഹജ്ജും ഉംറയും ഒക്കെ ഒഴിവാണ്. ഹജ്ജ് ഒക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ അത് സ്വീകരിക്കുമെങ്കിലും പക്ഷേ നിസ്കാരമൊന്നും സ്വീകരിക്കുകയില്ല. അപ്പം അതിൻ്റെ ഒരു നിബന്ധനയാണ് എന്ത്? ഈ ഒരു ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വിഷയത്തിലുള്ള നിബന്ധനയാണ് അത് പകരം ചെയ്താൽ അത് സ്വീകരിക്കുന്നതായിരിക്കണം. ഇനി രണ്ടാമത്തത് യൻഅസിലുൽ വക്കീലു. വക്കീൽ ആ വക്കാലത്ത് എന്താവും? നീങ്ങിപ്പോകും. എങ്ങനെ? വക്കീൽ നീങ്ങും. എങ്ങനെയാണ്? ബി അസ്ലി നഫ്സുഹു എന്നാണ് അവിടെ വേണ്ടത്. ബി അസ്ലിഹി നഫ്സുഹു, സ്വയം നീങ്ങൽ കൊണ്ട്. ഇനി മൂന്നാമത്തത് അൽ മുഫ്ലിസു, പാപ്പരൻ. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാണ്? പാപ്പരൻ. വഹുവ, അദ്ദേഹം മൻ അലൈഹി ദൈനുൻ ഹാലുൻ, അവന്റെ മേൽ അവധിയെത്തിയ കടം ഉണ്ടായിരിക്കണം. എങ്ങനെ? സായിദുൻ അലാ മാലിഹി, അവന്റെ സ്വത്തിനേക്കാൾ അധികരിച്ച. അപ്പോൾ അവിടെ സായിദുൻ അലാ മാലിഹി എന്നാണ്. അപ്പോൾ തൻ്റെ സ്വത്തിനേക്കാൾ അധികരിച്ച അവധിയെത്തിയ കടം ഉള്ളവനാണ് എന്ത് പറയുക? മുഫ്ലിസ് എന്ന് പറയുക. അപ്പോൾ അവിടെ സായിദുൻ അലാ മാലിഹി എന്ന് എഴുതുക. ഇനി നാലാമത്തത് ശുരിത ഫിൽ മുആരി. ശുരിത ഫിൽ മുആരി, വായ്പ വസ്തുവിൽ ഷർത്താക്കപ്പെടും. എന്ത്? വായ്പ വസ്തുവിൽ ഷർത്താക്കപ്പെടുന്നത് എന്താണ്? അൻ യുംകിനൽ ഇന്തിഫാഉ ബിഹി മഅ ബഖാഇ ഐനിഹി. അപ്പം അതിൻ്റെ ഉപകാരം എടുത്തു കഴിഞ്ഞാലും എന്ത് ബാക്കി ഉണ്ടാകണം? അതിൻ്റെ തടി ബാക്കിയാകലോടുകൂടെ ഉപകാരം എടുക്കാൻ കഴിയുന്നതായിരിക്കണം. അതാണ് മുആരിൽ ഷർത്താക്കപ്പെടുന്നത്, വായ്പ വസ്തുവിൽ ഷർത്താക്കപ്പെടുന്നത്. ഇനി അഞ്ചാമത്തത് അസ്ബു വഹുവ, ബാക്കി എന്താണ്? ഹറാമുൻ എന്നുള്ളതാണ്. അപ്പോൾ അവിടുന്ന് ഹറാമുൻ എന്ന് എടുത്തെഴുതുക. അപഹരിക്കൽ, അല്ലെ? അസ്ബ് എന്ന് പറഞ്ഞാൽ അപഹരിക്കൽ, കവർച്ച നടത്തൽ എന്നൊക്കെയാണ് അപഹരിക്കൽ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അതെന്താണ്? ഹറാമുൻ, അതിൻ്റെ വിധി ഹറാമാണ്. ഇനി ആറാമത്തത് ലുഖ്തത്തുൽ ഹറമി ലാ യജൂസു അഖ്ദുഹ. അപ്പോൾ നമ്മൾ പഠിച്ചു ഹറമിൽ ലുഖ്തത്ത് പറഞ്ഞാൽ വീണ് കിട്ടിയത്, അല്ലേ? അപ്പോൾ ഈ വീണ് കിട്ടിയ വസ്തുക്കൾ എവിടെ നിന്ന്? ഹറമിൽ നിന്നും വീണ് കിട്ടിയ വസ്തുക്കൾ. ലാ യജൂസു അഖ്ദുഹ, അത് എടുക്കൽ എന്തല്ല? ജായിസ് അല്ല, അനുവദനീയമല്ല. എന്തിനല്ലാതെ? ഇല്ലാലിൽ ഹിഫ്ളി, സൂക്ഷിക്കാൻ വേണ്ടിയല്ലാതെ. അപ്പോൾ എടുക്കുകയാണെങ്കിൽ അതെന്താക്കണം? സൂക്ഷിക്കണം. അപ്പം അതിനു വേണ്ടിയല്ലാതെ എന്താക്കാൻ പാടില്ല? ഹറമിൽ നിന്നും വീണ് കിട്ടിയ വസ്തുക്കൾ എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇല്ലാലി ഹിഫ്ളി എന്നാണ് എഴുതാനുള്ളത്. ഇനി ഏഴാമത്തത് റവ ഷെയ്ഖാനി റിപ്പോർട്ട് ചെയ്തു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജമ, കൊമ്പ് വെച്ചിരുന്നു, അഅത, എന്നിട്ട് നൽകുകയും ചെയ്തു, അൽ ഹജ്ജാമ, ഈ കൊമ്പ് വെക്കുന്ന ആളിന് ഉജ്റതഹു, അതിൻ്റെ കൂലി. അപ്പോൾ അവിടെ ഉജ്റതഹു എന്നാണ് എഴുതാനുള്ളത്. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. നുതമ്മിമു, പൂർത്തിയാക്കാം. ഒന്നാമത്തത് വല്ലാഹു ഫി ഔനി അബ്ദി മാ ദാമ അബ്ദു ഡാഷ്, ബാക്കി എന്താണ്? ഫി ഔനി അഖീഹി എന്നാണ് അവിടെ എഴുതാനുള്ളത്. ഫി ഔനി അഖീഹി, നമ്മൾ അവിടെ പറയുന്നത് അള്ളാഹു ഒരടിമയെ സഹായിച്ചു കൊണ്ടേയിരിക്കും. എപ്പോൾ? അവൻ ഒരടിമയെ സഹായിക്കുന്ന കാലത്തോളം, അതാണ് അവിടെ ഉള്ളത്. ഇനി രണ്ടാമത്തത്, അതാണ് ഒന്നാമത്തതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തത് നോക്കാം. അസ്സലമു ഹുവ ബൈഉ ഷൈഇൻ മൗസൂഫി ഫി ദിമ്മത്തി.
അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഫി ദിമ്മത്തി എന്നാണ്. സലമ് എന്ന് പറഞ്ഞാൽ അവധി കച്ചവടം നമ്മൾ പഠിച്ചു, കൂറ് കച്ചവടം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാസ് സലമു അതെന്താണ്? ഹുവ ബയോൻ ഒരു കച്ചവടമാണ്. ഷെയ് ഇൻ മൗസൂഫിൻ ഫി ദിമ്മത്തി. അപ്പോൾ സ്വന്തം അധീനതയിലുള്ള ഉടമസ്ഥതയിലുള്ള ഒരു വസ്തുവിനെ വിശേഷണം പറഞ്ഞുകൊണ്ട് ഒരു വസ്തു വിൽപ്പന നടത്തുക, അതിനാണ് എന്ത് പറയുക? സലമ് എന്ന് പറയുക. അപ്പോൾ അവിടെ ഫി ദിമ്മത്തി എന്നാണ് എഴുതാനുള്ളത്. ഇനി മൂന്നാമത്തത് റിബൽ ഫള്. അപ്പോൾ റിബൽ ഫള് എന്ന് പറഞ്ഞാൽ എന്താണ്? വഹു അത് സിയാദത്തു അഹദിൽ ഐവളൈനി, രണ്ട് വസ്തുക്കളിൽ ഒന്നിനെ എന്താക്കുക? അധികരിപ്പിക്കുക, അതിനാണ് എന്ത് പറയുക? റിബൽ ഫള് എന്ന് പറയുക. ഇനി നാലാമത്തത് റിബൽ യദി. റിബൽ യദി എന്ന് പറഞ്ഞാൽ വഹു അത് മുഫാറക്കത്തു അഹദിൽ ആഖിദൈനി ഖബ്ല തകാബുലി, ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇടപാടുകാരിൽ നിന്നും ഒരാൾ എന്താക്കുക? വിട്ടുപിരിയുക, അതിനാണ് എന്ത് പറയുക? റിബൽ യദ് എന്ന് പറയുക. ഇനി അഞ്ചാമത്തത് ഇജാറത്ത്. ഇജാറത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ? വാടക എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അൽ ഇജാറത്ത്. ഇജാറത്ത് എന്ന് പറഞ്ഞാൽ ഹിയ തംലീക്കു മൻഫഅത്തിൻ, ഒരു ഉപകാരത്തെ ഉടമപ്പെടുത്തി കൊടുക്കലാണ്. ബി ഐവളിൻ ബി ഷുറൂത്തി, ചില ബി ഷുറൂത്തി മഖ്സൂസത്തിൻ, ചില പ്രത്യേക നിബന്ധനകൾ കൊണ്ട് പകരത്തിന് പകരം എന്താക്കുക? ഒരു ഉപകാരത്തെ ഉടമപ്പെടുത്തി കൊടുക്കുന്നതിനാണ് എന്ത് പറയുക? ഇജാറത്ത്, വാടക എന്ന് പറയുക. ഇനി ആറാമത്തെ നോക്കാം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ഹറാമുൻ അലൈക്കും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ചില ആളുകളുടെ രക്തം, മുതൽ, പിന്നെ അഭിമാനം, ഇതൊക്കെ എന്താണ്? നിങ്ങളുടെ മേൽ ഹറാമാണ്. ഇനി മൂന്നാമത്തത് നക്തുബുൽ ഇസ്നൈനി. നക്തുബു ഇസ്നൈനി, രണ്ട് എണ്ണം വീതം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അർക്കാനുൽ ആരിയ, ആരിയയുടെ റുക്നുകൾ എത്ര എഴുതാം? രണ്ടെണ്ണം. ആരിയ എന്ന് പറഞ്ഞാൽ വായ്പ കൊടുക്കൽ. അപ്പോൾ ഒന്നാമത്തേത് മൊഹീറാണ്, വായ്പ സ്വീകരിക്കുന്നവൻ. ആദ്യം വായ്പ നൽകുന്നവൻ, രണ്ടാമത്തേത് വായ്പ സ്വീകരിക്കുന്നവൻ. മുആർ എന്ന് പറഞ്ഞാൽ വായ്പ വസ്തു, പിന്നെ സിയാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ വാചകം. ഇനി അർക്കാനുൽ ഇജാറ. ഇജാറത്ത് എന്ന് പറഞ്ഞാൽ വാടക കൊടുക്കൽ. അപ്പം ആരിയ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വായ്പയാണ്. ഇനി ഇജാറത്ത് എന്ന് പറഞ്ഞാൽ വാടക. അപ്പം അർക്കാനുൽ ഇജാറത്തു, ഇജാറത്തിൻ്റെ അഥവാ വാടകയുടെ റുക്കിനുകൾ ഏതൊക്കെയാണ്? മുഖ്രിൻ, വാടക കൊടുക്കുന്നവൻ, പിന്നെ വാടക കൊടുക്കുന്നവൻ. മുഖ്തരിൻ എന്ന് പറഞ്ഞാൽ മുഖ്തരിൻ വായ്പ സ്വീകരിക്കുന്നവൻ. പിന്നെ അടുത്തത് ഈജാബാണ്. പിന്നെ ഖബൂല്. ഉജ്റത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂലി. പിന്നെ മംഫഅത്ത് എന്ന് പറഞ്ഞാൽ ഉപകാരം. ഇനി മൂന്നാമത്തത് അർക്കാനുൽ ഖിറാദ്. ഖിറാദിൻ്റെ റുക്നുകൾ. ഖിറാദ് എന്ന് പറഞ്ഞാൽ ലാഭക്കച്ചവടത്തിനാണ് എന്ത് പറയുക? ഖിറാദ് എന്ന് പറയുക. അപ്പം അതെന്തായിരിക്കണം? ഒന്നാമത്തത് മാലിക്, അതിൻ്റെ ഉടമസ്ഥൻ. രണ്ടാമത്തത് ആമിൽ, കച്ചവടക്കാരൻ. അടുത്തത് അൽ മാല്, അതിൻ്റെ മുതൽ. പിന്നെ അമൽ, ജോലി. റിബ്ഹ് എന്ന് പറഞ്ഞാൽ ലാഭം. ഈജാബ്, ഖബൂൽ. അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം എഴുതുക. ഇനി അടുത്തത് അർക്കാനുൽ വക്കാല, ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ റുക്നുകൾ. ഒന്നെന്താണ്? മുവക്കിലുൻ, ഏൽപ്പിച്ചു കൊടുക്കുന്ന ആൾ. പിന്നെ വക്കീൽ എന്നാൽ സ്വീകരിക്കുന്ന ആൾ. പിന്നെ മുവക്കലും ഫീഹി എന്നാൽ അതിൻ്റെ കാര്യം. വക്കാലത്ത് എന്തിനു മേലാണോ ഏൽപ്പിക്കുന്നത് ആ കാര്യത്തിനാണ് മുവക്കലും ഫീഹി എന്ന് പറയുക. പിന്നെ അടുത്തത് ഈജാബുൻ, ഈജാബ് എന്ന് പറഞ്ഞാൽ അറിയാലോ. ഇനി അടുത്തത് നാലാമത്തെ ഭാഗമാണ് നുബയ്യിനു. ലുഖ്തത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലുഖ്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചത് വീണ് കിട്ടിയത് അല്ലേ? അതിനാണ് എന്ത് പറയുക? ലുഖ്തത്ത് എന്ന് പറയുന്നത്. അപ്പം മുതലിൽ നിന്നും നഷ്ടപ്പെട്ട ആദരിക്കപ്പെടുന്ന ഒരു സാധനം ലഭിക്കുന്ന ഒന്നിനാണ് എന്ത് പറയുക? ലുഖ്തത്ത് എന്ന് പറയുക. വമാ വുജിദ മിൻ മാലിൻ മുഹ്തറമി. ഇനി രണ്ടാമത്തത് അൽ ഹിബത്തു. ഹിബത്ത് നമ്മൾ വെറുതെ കൊടുക്കുക, സമ്മാനം കൊടുക്കുക എന്നൊക്കെ, നമ്മൾ ഹദിയ കൊടുക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹിബത്ത് അതെന്താണ്? ഹിയ തംലീക്കു ഷെയ്ൻ ബിലാ ഇവളിൻ. ഹിയ അത് തംലീക്കു ഷെയ്ൻ, ഒരു വസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കലാണ്. ബിലാ ഇവളിൻ, എന്താക്കാതെ, പകരം ഒന്നും വാങ്ങാതെ, പകരം സ്വീകരിക്കാതെ. ഇനി അടുത്തത് ബൈഅ്. ബൈഅ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തത് ബൈഅ് എന്ന് പറഞ്ഞാൽ എന്താണ് ബൈഅ്? മുഖാബലത്തു മാലിൻ ബിമാലിൻ അലാ വജ്ഹി മഖ്സൂസിൻ, ചില പ്രത്യേക കാരണങ്ങളുടെ മേൽ ഒരു വസ്തു മറ്റൊരു വസ്തുവിന് പകരമാക്കുന്നതിനാണ് എന്ത് പറയുക? ബൈഅ് എന്ന് പറയുക. ഇനി റിബവി.
റിബവി എന്ന് പറഞ്ഞാൽ നമ്മൾ പലിശ വരാൻ സാധ്യതയുള്ള വസ്തുക്കളുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നഖദുൻ മത്ഊമുൻ ഫഖത്ത്. നഖദ് പറഞ്ഞാൽ നാണയം, മത്ഊമുൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫഖത്ത് അത്രമാത്രം. അതിനാണ് എന്ത് പറയുക, റിബവി എന്ന് പറയുക. ഇനി അഞ്ചാമത്തത് അൽ ഖർള്. ഖർള് എന്ന് പറഞ്ഞാൽ കടം. എന്താണ്? തംലീക്കു ഷെയ്ഇൻ, ഒരു വസ്തുവിനെ ഏൽപ്പിച്ച് ഉടമപ്പെടുത്തി കൊടുക്കലാണ്. അല അൻ യുറദ്ദ മിസ്ലഹു, അതുപോലത്തത് തിരിച്ചു നൽകണം എന്ന നിബന്ധനയുടെ മേൽ. അതിനാണ് എന്ത് പറയുക, ഖർള് എന്ന് പറയുക. ഇനി അടുത്തത് അഞ്ചാമത്തെ ഭാഗം നുജീബ്, ഉത്തരം എഴുതാനാണ്. ഒന്ന് അൽ മിസ്ലി മാഹുവ. മിസ്ലി എന്ന് പറഞ്ഞാൽ എന്ത്? വൽ മിസ്ലിയു, മിസ്ലി എന്ന് പറഞ്ഞാൽ മാ ഹസറഹു കൈലുൻ ഔ വസ്നുൻ. അപ്പോൾ തൂക്കത്തിന്റെയും അളവിന്റെയും മേൽ ക്ലിപ്തപ്പെടുത്തുന്ന അഥവാ കണക്കാക്കിയതിനാണ് എന്ത് പറയുക, മിസ്ലി എന്ന് പറയുക. രണ്ടാമത്തത് തൽസമുൽ ഹിബത്തു ബിമ, എന്തുകൊണ്ടാണ് ഹിബത്ത് നിർബന്ധമാകുന്നത്, അല്ലെങ്കിൽ ഹിബത്ത് ഹിബത്ത് ഉറക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. നിർബന്ധമാകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയാണ്, തൽസമുൽ ഹിബത്തു, ഹിബത്ത് നിർബന്ധമാകും ബി ഖബ്ലിൻ, അതെന്താക്കൽ കൊണ്ട്, ഏൽപ്പിച്ചു കൊടുക്കൽ കൊണ്ടാണ് അതെന്താവുക, നിർബന്ധമാകുക. ഇനി മൂന്നാമത്തത് യഹറുമുൽ ഇഖ്റാളു മത്ത, കടം കൊടുക്കൽ ഹറാമാകുന്ന ഒരു സന്ദർഭം പറയുന്നുണ്ട്. അതെപ്പോഴാണ്? യഹറുമുൽ ഇഖ്റാളു, കടം കൊടുക്കൽ ഹറാമാകും ഐന്ദൽ ഇൽമി, അറിയുന്ന അവസരത്തിൽ, അന്നൽ ആഹിദ, ആ സ്വീകരിച്ചവൻ, യുൻഫിഖുഹു, അത് ചിലവഴിക്കും, ഫിൽ മഅസിയത്തി, തെറ്റിൽ. അപ്പൊ തെറ്റായ കാര്യത്തിൽ ആ വാങ്ങിയവൻ എന്താക്കും, ആ കടം ഉപയോഗിക്കും എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് കടം കൊടുക്കൽ അപ്പോഴെന്താണ്, ഹറാമാണ്. ഇനി നാലാമത്തത് മാദാ യദ്ഖുലു ഫീ ബൈഇ ഷജറത്തിൻ, മരത്തിന്റെ വിൽപ്പനയിൽ എന്തെല്ലാം ഉൾപ്പെടും. വയദ്ഖുലു, ഉൾപ്പെടും, ഫി ബൈഇ ഷജറത്തിൻ, മരത്തിന്റെ കച്ചവടത്തിൽ, ഇറക്കുൻ, വേര്, വഉസുനുൻ റത്തുബുൻ, പച്ച കൊമ്പുകൾ. അപ്പം അതാണ് ആൻസറായിട്ട് വരുന്നത്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.